ബിസ്മില്ലാഹി റഹ്മാൻ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബി അജ്മഈൻ അമ്മാബാദ്. പരിശുദ്ധ റമളാനിൻ്റെ ഏറ്റവും പുണ്യമായ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. റമളാൻ നമ്മളോട് വിട പറയുകയാണ്. അള്ളാഹു നമ്മളിൽ നിന്നും നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. നമുക്ക് പറ്റിയ ചെറുതും വലുതുമായ പാളിച്ചകളും തെറ്റുകളൊക്കെ അള്ളാഹു പരിപൂർണമായും പുറത്തു തരികയും ചെയ്യുമാറാവട്ടെ. സ്നേഹക്കൂട്ടിലേക്ക് നിങ്ങളെല്ലാവരെയും വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. രക്ഷിതാക്കൾ ഈ റമളാനോടൊപ്പം തന്നെ അല്ലെങ്കിൽ പെരുന്നാളിന് വേണ്ടി സജ്ജമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം കൂടെയാണ്. പക്ഷെ അതിനേക്കാളുമൊക്കെ രക്ഷിതാക്കൾ പലപ്പോഴും ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ എന്നോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളായിട്ടാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിലേക്ക് നമ്മൾ എത്തിച്ചേർന്നുള്ളത്. സയ്യിദ് സാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യണം. അസ്സലാമു അലൈക്കും. കഴിഞ്ഞൊരു എപ്പിസോഡ് നമ്മൾ വെക്കേഷനുമായി ബന്ധപ്പെട്ട് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ട് മാഷേ എൻ്റെ കുട്ടി 10ാം ക്ലാസ്സിലാണ്, അടുത്തത് ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ ഞാൻ ചോദിച്ചു, +1 അഡ്മിഷനാണോ? അല്ല, ഈ വെക്കേഷൻ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളെ സംബന്ധിച്ചവർക്ക് ക്ലാസ് തുടങ്ങിയൊരു ജൂൺ ലാസ്റ്റ് അല്ലെങ്കിൽ ജൂലൈ പകുതിയിലേക്കാണ്. അഥവാ ബാക്കിയുള്ളവരെക്കാൾ 3 മാസത്തോളം വെക്കേഷൻ കിട്ടും. അപ്പോൾ ഈ വെക്കേഷൻ എന്ന് പറയുമ്പോൾ വളരെ എന്താ പറയുക, പേടിപ്പെടുത്തുന്നതായിട്ടാണ് രക്ഷിതാക്കളുടെ പറഞ്ഞ കാര്യങ്ങൾ ആ രൂപത്തിലുള്ള കാഴ്ചകളൊക്കെയാണ്. അതുപോലെ തന്നെ ചിലരെങ്കിലും പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. പരീക്ഷ ഒന്ന് കഴിയട്ടെ എന്നിട്ട് വേണം ഞങ്ങൾക്കൊന്ന് അടിച്ചു പൊളിക്കാൻ. ആ ഒരു ഗ്യാങ്ങിൻ്റെ കാര്യങ്ങൾ അവർ തന്നെ യാത്രകൾ പ്ലാൻ ചെയ്യുന്നു. അത് പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലൊക്കെ അതിൻ്റെയൊക്കെ അവസ്ഥകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള പ്ലാനുകൾ മാത്രമല്ല, അതങ്ങനെ പോവുകയും ചെയ്യുന്നുണ്ട്. പെൺകുട്ടികൾ മാത്രമുള്ള ഗ്യാങ്ങുകൾ അവർ യാത്ര പ്ലാൻ ചെയ്തുകൊണ്ട് പോകുന്നു. രക്ഷിതാക്കൾ മൗനം അവലംബിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ രക്ഷിതാക്കളെ ഭീഷണിപ്പെടുത്താൻ. അപ്പോൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ നമ്മൾ ലാസ്റ്റ് സർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നമ്മുടെ കുട്ടികളെ പ്രാപ്തമാക്കണമെന്നാണ്. അപ്പോൾ നമുക്കത് ലൈഫ് സ്കില്ലുകൾ എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ അതുമായിട്ട് പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ചിന്തകൾക്ക് ഇത് ഞാൻ എന്താണ് ഒരു അലകം തട്ടും വേറിട്ട രൂപത്തിലാണ് ഞാൻ അവതരിപ്പിച്ചത്. കാരണം എന്നോട് ചോദിച്ച ചില കാര്യങ്ങൾ ആ രൂപത്തിൽ പറഞ്ഞതെന്ന് മാത്രം. ഹൗ വി ക്യാൻ സോൾവ് ആൻഡ് വാട്ട് ഈസ് ദ സൊല്യൂഷൻ സച്ച് പ്രോബ്ലംസ്? അതായത് ഏതൊരു കാര്യത്തിനു സംബന്ധിച്ചും നമ്മൾ ഒരു ധാരണ, ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാവുമ്പോഴാണല്ലോ അത് നല്ല രൂപത്തിൽ വളരാനും ഇംപ്ലിമെൻ്റ് ചെയ്യാനൊക്കെ പറ്റുക. മക്കളുടെ വിഷയത്തിൽ രക്ഷിതാക്കളാണ് പക്വതയുള്ളവർ. അപ്പോൾ ഇവിടെ പ്ലാൻ ചെയ്യേണ്ടതും ഇംപ്ലിമെൻറ്റേഷൻ നടത്തേണ്ടതൊക്കെ നമ്മളാണ്. കുട്ടികൾ സ്വാഭാവികമായിട്ട് അതിലേക്ക് വരും. അപ്പോൾ കുട്ടികളുടെ ഇഷ്ടങ്ങളെ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു രീതിശാസ്ത്രം നമ്മൾ അവലംബിക്കുക എന്നുള്ളതാണ്. അതായത് കുട്ടികളെ തള്ളിക്കൊണ്ട്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒരു കാഴ്ച ഞാൻ നിങ്ങളോട് പറഞ്ഞു. മുടി വെട്ടാൻ വേണ്ടിയിട്ട് അവൻ സമ്മതിക്കുന്നില്ല. പക്ഷെ വളരെ സ്നേഹത്തോടു കൂടി അവനെ പൊക്കിയിട്ട് എന്നാൽ അവൻ്റെ തമാശകളിലും എല്ലാം അയാൾ പങ്കെടുക്കുന്നുണ്ട്. അല്ലാതെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് കൊണ്ടുവന്നൊന്നുമല്ല. ഈ വ്യക്തിയിൽ നിന്ന്, ഈ അമ്മാവനിൽ നിന്ന് രക്ഷപ്പെട്ടു പോവാനുള്ള ഒരു ഫ്രീഡം ആ കുട്ടിക്കില്ല. എന്നാൽ വളരെ ചിരിച്ചുകൊണ്ട് രസകരമായിട്ടാണ് ആ കാര്യങ്ങൾ അവിടെ നടക്കുന്നത്. ഇതാണ് ഇന്നത്തെ കുട്ടികളോട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പോൾ പള്ളി വരുന്ന ഒരു കുട്ടിയോട് എന്താടാ അവിടെ അങ്ങനെ ഇങ്ങനെ എന്നുള്ള 4 ചാട്ടം ചാടിയാൽ പിന്നെ ആ പള്ളിക്ക് തന്നെ ആ കുട്ടികൾ വരില്ല. നേരെ മറിച്ച് പള്ളിയിൽ മൂത്രമൊഴിച്ച ആ കാട്ടറബിയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച സമീപനം എന്തിനായിരിക്കും നമ്മോട് പറഞ്ഞു തന്നത്? സൈക്കോളജി മനസ്സിലാക്കി പെരുമാറാൻ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വെക്കേഷൻ പീരീഡിൽ കുട്ടികളെ എന്ത് ചെയ്യണം എന്നുള്ള പ്ലാനിങ് വേണം. ഒപ്പം അവർക്ക് ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്യാനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ക്യാമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ നടത്തുന്ന ക്യാമ്പല്ല. അതിന് ചിലപ്പോൾ കുറച്ച് പൈസ ഒക്കെ ചിലവഴിക്കേണ്ടി വരും. ചിലപ്പോൾ 2000-3000 രൂപ ഒക്കെ ചിലവഴിച്ച് 1, 2, 3, 4 ദിവസമൊക്കെ നമ്മൾ സംഘടിപ്പിക്കുന്ന റിലീജിയസ് ആയിട്ടുള്ള ഒപ്പം കരിയറും അതുപോലെ തന്നെ സ്കിൽസും എല്ലാം മിക്സ് ചെയ്ത് നടത്തപ്പെടുന്ന ഒരുപാട് ക്യാമ്പുകളുണ്ട്. അത്തരം വെക്കേഷൻ ക്യാമ്പുകളിൽ കുട്ടികൾ എത്തിയിട്ടുണ്ടെങ്കിൽ വളരെ പ്രാക്ടിക്കലായിട്ട് അവരെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രോഗ്രാമുകൾ അവിടെ നടക്കുന്നുണ്ട്. അത്തരം ക്യാമ്പുകളിൽ കുട്ടികൾ പോവുക എന്നുള്ളത് ഒരു സൊല്യൂഷൻ തന്നെയാണ്. അപ്പോൾ അതായിരിക്കണം ഒന്ന്. രണ്ടാമത്തത്, മതപരമായ വിഷയങ്ങളിൽ ജാഗ്രത പുലർത്തണമെങ്കിൽ മതവിജ്ഞാനം വേണ്ടേ, അല്ലേ? ബേസ് വേണ്ടേ? ഇപ്പോൾ നിസ്കരിക്കുന്ന ഒരു കുട്ടിയോട് എന്താണ് അത്തഹിയാത്ത് എന്ന് ചോദിച്ചാൽ അത്തഹിയാത്ത് നിങ്ങൾ ചൊല്ലിത്തരി എന്ന് പറയുന്ന അവസ്ഥയാണ് ഉള്ളത്. കാരണം കുട്ടിക്കത് അറിയില്ല. അപ്പോൾ അറിയാത്തത് കൊണ്ടാണ് കുട്ടി
പെട്ടെന്ന് നിസ്കരിച്ച് പോരുന്നത്. കുട്ടി നിസ്കരിക്കുന്നുണ്ടാവും, ഒരു യാന്ത്രികമായിട്ടുള്ള ഒരു കർമ്മം മാത്രമാണ്. അപ്പോൾ ഒരു നമസ്കാരം നിർവഹിക്കുന്ന കുട്ടിയോട് ആ നിസ്കാരത്തിൻ്റെ അന്തസ്സത്ത എന്താണ് പ്രാർത്ഥന, എന്തിന് നിസ്കരിക്കണം, എന്തിന് അള്ളാഹിനെ സ്നേഹിക്കണം, ആരാണ് അള്ളാഹു, അള്ളാഹുവെ സ്നേഹത്തോടു കൂടി പരിചയപ്പെടുത്തുക, അള്ളാഹു ഷദീദായിട്ട് വളരെ കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്ന് പഠിപ്പിക്കുന്നതിന് ബദൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ചും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ചും അള്ളാഹുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചും വാതോരാതെ സംസാരിക്കാനും പരിചയപ്പെടുത്താനും നമുക്ക് പറ്റും. അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഇൻസ്പിറേഷനാണ് കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ മാഷാ അല്ലാ ആ മത വിഷയങ്ങളിലേക്ക്, അടിസ്ഥാന പാഠങ്ങളിലേക്ക് കുട്ടികൾ വന്നിരിക്കും. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, പണ്ട് കാലങ്ങളിലൊക്കെ ബേസിക് ആയിട്ടുള്ള മത വിഷയങ്ങൾ അറിഞ്ഞിട്ട് മാത്രമേ കുട്ടികളെ ഭൗതിക പഠനത്തിന് വിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അരീക്കോട് പോലെയൊക്കെയുള്ള പ്രദേശത്ത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവിടെ ഏത് സയൻസ് ഗ്രൂപ്പിന് പറഞ്ഞേക്കുകയാണെങ്കിലും കുട്ടികളോട് ആദ്യം 2 വർഷം അറബിക് കോളേജിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞേക്കും. ഇന്നത്തെ അറബിക് കോളേജ് അതിന് പറ്റുമോ എന്നുള്ളത് വേറെ വിഷയം. എന്നാൽ പോലും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു അറിവ് അത് നമ്മൾ കൊടുക്കേണ്ടതാണ്. അത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചു കാലം കഴിഞ്ഞിട്ടെങ്കിലും ആ കുട്ടികൾക്ക് ബോധോദയം ഉണ്ടാവും. അതാണ് അതിനുള്ള ഒരു പരിഹാരമാർഗം. അപ്പോൾ ദീനീ അറിവുകൾ കരസ്ഥമാക്കാൻ ഈ വെക്കേഷനുകൾ പരിശുദ്ധ റമദാൻ നമ്മൾ ഒരുപാട് ഉപയോഗപ്പെടുത്തി. അതിനൊരു തുടർച്ച നമ്മുടെ മക്കൾക്ക് വേണം സർ. അതോടൊപ്പം തന്നെ പലപ്പോഴും കുട്ടികൾക്ക് ഇതൊക്കെ ആക്കിയിട്ട് കൊടുക്കും, പക്ഷേ രക്ഷിതാക്കൾ പലപ്പോഴും ഇങ്ങനെയുള്ള വേദികളിലോ ഇങ്ങനെയുള്ള സദസ്സുകളിലോ ഒന്നും എത്താത്ത സാഹചര്യങ്ങളും ഇല്ലേ അല്ലേ? അവിടെ നമ്മൾ ചെയ്യാത്ത കാര്യം നമ്മൾ പറഞ്ഞിട്ട് കാര്യമല്ല, അത് കുട്ടികളെ തന്നെ തള്ളും. ഞാൻ പറയുന്നത് മാറ്റം ഉണ്ടാവണം, കുട്ടി മാറണം. ഇപ്പോൾ രക്ഷിതാവ് നല്ല കള്ളുകൂടിയനാണ്, കുട്ടീനോട് കള്ളു കുടിക്കരുതെന്ന് ഉപദേശിച്ചിട്ട് കാര്യമല്ലല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ ഉപദേശിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ ഉണ്ടാവാൻ നമ്മൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഒപ്പം ഇത് വാക്കും പ്രവൃത്തിയും ഏകദേശം ഒരേ ധാരണയിൽ പോകുന്ന ആൾക്കുള്ള കാര്യങ്ങളാണ് നമ്മൾ സ്നേഹക്കൂടിൽ പറയുന്നത്. അല്ലാത്ത കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ. പക്ഷേ ഇതോടൊപ്പം തന്നെ ഞാൻ പണ്ട് അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ബറാക്ക് ഒബാമയുടെ ഒരു ആർട്ടിക്കിൾ ഒരു പ്രാവശ്യം വായിച്ചിട്ടുണ്ടായിരുന്നു, പത്രത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ പെൺകുട്ടികളെ 2 പെൺകുട്ടികളാണ് അദ്ദേഹത്തിലുള്ളത്, എനിക്കറിയില്ല, അങ്ങനെയാണ് മനസ്സിലാക്കിയത്. വെക്കേഷൻ സമയത്ത് റെസ്റ്റോറൻറ്റിൽ കാഷ്യറായിട്ട് ഒരാൾ, അതുപോലെ തന്നെ വേറൊരാൾ വേറെ ഏതൊരു ബുക്ക് ഷോപ്പിൽ അങ്ങാണ്ട് വെക്കേഷൻ സമയത്ത് അവർ പറഞ്ഞു, ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകൾ അവരുടെ മക്കളെ ഇങ്ങനെയുള്ള വെക്കേഷനിലൊക്കെ ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ വിടാറുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ നാടുകളിലുണ്ട് കേട്ടോ പലപ്പോഴും. ഇപ്പോൾ എനിക്കെന്നെ പരിചയമുള്ള ഒരു സ്ഥാപനം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ എന്താ പറയുക ബുക്ക് ഷോപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എജുമാട്ട് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ അവരെയൊക്കെ ഞാൻ പലപ്പോഴും നിരീക്ഷിക്കുമ്പോൾ അവരുടെ മക്കളൊക്കെ ചെറുപ്പം വെക്കേഷൻ വരുന്ന സമയത്ത് ഷോപ്പിലെ സെയിൽസ്മാൻ്റെ ജോലികൾ അവരെ കൊണ്ട് ചെയ്യിക്കാറുണ്ടെന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, കിട്ടാൻ സാമ്പത്തികമായ നേട്ടമല്ല, പക്ഷെ ആ ഒരു അവസരങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട്, സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട്, ആളുകളായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മനസ്സിലാക്കിയിട്ട് ജീവിതത്തിൽ വിജയം നേടാൻ പ്രാപ്തമാക്കുന്ന ഒരു കാര്യമായിട്ടാണ് അതൊക്കെ തോന്നാറുള്ളത്. പക്ഷെ നമ്മുടെ നാടുകളിൽ അത് പ്രോത്സാഹിപ്പിക്കപ്പെടാറുള്ളതെന്നുള്ളതാണ്. നിങ്ങളിത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, സമാനമായിട്ടൊരു വജ്ര വ്യാപാരി, അദ്ദേഹം വലിയ ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മകനെ യഥാർത്ഥത്തിൽ എറണാകുളത്തേക്കാണ് പറഞ്ഞയച്ചത്. എന്നിട്ട് അദ്ദേഹം വളരെ ഡേർട്ടി വസ്ത്രത്തിലാണ് വന്നിട്ട് അവിടെ ആ ജോലി ചെയ്യുന്നത്. ജോലി ചെയ്ത് അത് പൂർത്തിയാക്കി പോയി. പിന്നീട് ഏറ്റവും നല്ല വസ്ത്രധാരണത്തോടു കൂടി അദ്ദേഹം വീണ്ടും അവിടെ വരികയാണ്. ആ രംഗവും പത്രം റിപ്പോർട്ട് ചെയ്തതായിട്ട് ഞാൻ ഓർക്കുന്നു. അതായത് ഒരു വ്യക്തി ഉയരങ്ങളിലെത്തണമെങ്കിൽ താഴ്ച എന്നുകൂടി മനസ്സിലാക്കണം. ഉത്തരവാദിത്തങ്ങൾ, ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളത് ഏറ്റവും വലിയ പരിഹാരമാണ്. അത് നമ്മളുടെ അടുത്താണ് വീഴ്ച. നമ്മൾ എല്ലാ കാര്യവും നമ്മൾ സ്വയം ചെയ്യാണ്, ഒരു കാര്യവും കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നില്ല. അതുകൊണ്ട് കുട്ടികൾക്ക് നീരസം ഉണ്ടാവുന്നു. എന്നാൽ ഈ വീട്ടിലുള്ള ഇന്ന കാര്യങ്ങൾ ഇത്ര വയസ്സ് മുതൽ ഇത്ര വയസ്സ് വരെ നിങ്ങൾ സ്വയം ചെയ്യേണ്ടതാണ് എന്നുള്ള ഒരു നിയമം നമ്മുടെ വീട്ടിൽ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണെങ്കിൽ ആ നിയമം അനുസരിക്കാൻ കുട്ടികളൊക്കെ ബാധ്യസ്ഥരാണല്ലോ, അല്ലേ? സെൽഫ് ഹെൽപ്പ് ഈസ് ദി ബെസ്റ്റ് ഹെൽപ്പ്, അല്ലേ? ഇപ്പോൾ സാധാരണഗതിയിൽ വീട്ടിൽ 5-6 ആളുകൾ ഭക്ഷണം കഴിക്കാനുണ്ടാവും, അല്ലേ? ഓരോരുത്തരും കഴിച്ചിട്ട് കഴിച്ചിട്ടോട്ടാണ് പോവാണ്. ഇതെല്ലാം കൂടി
ഒരുക്കി വെക്കേണ്ട ഉത്തരവാദിത്തം മിക്കവാറും ആർക്കാണ് ഉമ്മക്കാണ് ഉണ്ടാവുക, അല്ലെ, ഗൃഹനാഥൊക്കെ ഉണ്ടാവുക. ആ ഗൃഹനാഥ ക്ഷീണിക്കുന്നത്, പ്രയാസപ്പെടുന്നത് ഇവരെ അറിയുന്നില്ല. നേരെ മറിച്ച് നിൻ്റെ വസ്ത്രം നീ അലക്കണം, നിൻ്റെ ഭക്ഷണം കഴിച്ച തളിക ആ പാത്രം നീ കഴുകണം, ടോയ്ലറ്റ് ഇന്ന ദിവസം ഇന്ന ആൾ ക്ലീൻ ചെയ്യണം. ഇങ്ങനെ എല്ലാറ്റിലും ഒരു കൃത്യത നമ്മൾ നിഷ്കർഷിക്കുകയാണെങ്കിൽ ആ വീട് അതിൻ്റേതായ രൂപത്തിൽ മാറും. പക്ഷെ അതിലൊക്കെ ഒരു തരം അലസതയാണ് നമ്മൾ കാണിക്കുന്നത്. നമുക്ക് സൗകര്യങ്ങളില്ലാത്തതല്ല പ്രശ്നം, സൗകര്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മുടെ വീടിനെ, ഇപ്പോൾ കോളേജിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പലപ്പോഴും കുട്ടികളോട് പറയാറുണ്ട്, അവരുടെ ക്ലാസ് റൂം വൃത്തിയില്ല എങ്കിൽ അവിടെ ചൂലുണ്ട്, അടിക്കുന്ന സാധനമുണ്ട്, നിങ്ങളുടെ പരിസരം നിങ്ങൾ വൃത്തിയാക്കണം, അല്ലേ. ഈ കോളേജ് നിങ്ങളുടേതാണ്. നിങ്ങളെ വീട് നിങ്ങൾ വൃത്തിയാക്കുന്നത് പോലെ നിങ്ങളുടെ കോളേജും നിങ്ങളുടെ ഉള്ളും അവിടെ ചെറിയ ഇതൊക്കെ ആകുമ്പോൾ വൃത്തിയാക്കിയിട്ടില്ലെങ്കിലും വൃത്തികേടാക്കാതിരുന്നാൽ മതി. അപ്പോൾ ഡസ്റ്റ്ബിൻ അവിടെ ഉണ്ട്. അപ്പോൾ ഈ കടലാസിൻ്റെ കഷ്ണങ്ങളോ മറ്റ് സാധനങ്ങളോ ഒക്കെ പുറത്തേക്ക് നിക്ഷേപിക്കുന്നതിന് ബദൽ ആ ഡസ്റ്റ്ബിന്നിലേക്ക് അവർ ഇട്ട് കൊടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഈ ഒരു ശീലം ഉണ്ടാക്കേണ്ട ഒരു മോണിറ്ററിങ് രക്ഷിതാവിന് വലിയ ബാധ്യത അല്ലേ? രക്ഷിതാവ് നിർവഹിക്കാറുണ്ടോ, അല്ലേ? ഇതിനും കുട്ടികളുടെ കാര്യങ്ങൾ തിരുമ്പി കൊടുത്തിട്ടില്ലെങ്കിൽ, അവിടെ ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ ഉപ്പ ആരെയാണ് ചീത്ത പറയുക? ഉമ്മനെയാണ് പറയുക. ഇത് കുട്ടികൾ കാണും, കേൾക്കും. അപ്പോൾ ഇതൊന്നും ഞാൻ ചെയ്യേണ്ട കാര്യമല്ല. പിന്നെ സാധാരണ ഇവർ എക്സ്ക്യൂസ് പറയണ സംഗതി എന്താ? ഞാൻ പഠിക്കുകയാണ്. ഇവർ പഠിക്കുന്നുണ്ടോ പഠിക്കില്ല എന്നുള്ളത് നമ്മളോട് ചോദിച്ചാൽ മതി, നമ്മൾ പറഞ്ഞുതരാം, അല്ലേ. കോളേജിലെത്തുന്ന കുട്ടികൾ പഠിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയാം. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളും തദൈവ തന്നെയാണ്. അപ്പോൾ അവർ പഠിക്കുകയാണ് എന്നുള്ള ലേബലിൽ സ്കൂളിൽ പോകുന്നു, കോളേജിൽ പോകുന്നു. പക്ഷേ തീരെ പഠിക്കുന്നില്ല എന്നല്ല, പഠനത്തോടൊപ്പം ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ. ഒരു വീട്ടിൽ നടക്കുന്ന ഏത് കാര്യങ്ങളിലും അവർ സമയത്തെ ഭാഗിക്കുകയാണെങ്കിൽ, ടൈം മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഓരോ കാര്യത്തിനും സമയം നിശ്ചയിക്കുക. എന്തുകൊണ്ടാണ് പരീക്ഷയിൽ മാർക്ക് കംപ്ലീറ്റ് വാങ്ങാൻ സാധിക്കാതെ പോകുന്നത്? പലപ്പോഴും പരീക്ഷ പേപ്പർ മുഴുവൻ എഴുതി തീരുന്നില്ല. സമയബന്ധിതമായിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ കുട്ടികൾക്ക് സാധിക്കാതെ വരുന്നു. അത് പ്രാക്ടീസിൽ കൂടി നേടുന്ന കാര്യമാണ്. അപ്പോൾ ആ ഒരു സമയനിഷ്ഠ എന്നുള്ള സംഗതി വീട്ടിൽ നിന്ന് തന്നെ രക്ഷിതാക്കൾ പഠിപ്പിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് പരീക്ഷ മനോഹരമായിട്ട് എഴുതാൻ പറ്റും, പഠനം മനോഹരമാക്കാൻ പറ്റും. അവരുടെ പ്ലേയിങ് ടൈം, കളിക്കാനുള്ള ലേഷർ ടൈം, ഇടവേള അതിനു വേണ്ടിയിട്ട് കൊടുക്കണം. ഏത് നേരവും പഠിക്കുക എന്നുള്ളതിന് ബദൽ ഒരു 2-3 മണിക്കൂർ കുട്ടികൾ കളിക്കട്ടെ. ഇപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ഗ്രൗണ്ട് ഉണ്ട്. കുട്ടികൾ അവിടെ വളരെ മനോഹരമായിട്ട് ഫുട്ബോൾ കളിക്കുന്നത് കാണുന്നു. ആ ഫുട്ബോൾ കളിയിൽ കൂടി കുട്ടി ഒരുപാട് കാര്യം പഠിക്കുന്നുണ്ട്. അത് രക്ഷിതാക്കൾക്ക് അറിയില്ല. ഒരു ഗ്രൂപ്പ് ലിവിങ്, ഗ്രൂപ്പ് ഡൈനാമിസം അതൊരു വലിയ സംഗതിയല്ലേ? ഒരു സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം? ഇപ്പോൾ ചില കുട്ടികളൊക്കെ നമ്മൾ കാണുന്ന എന്താണ്, ഓൻ ആരോടും ഒന്നും മിണ്ടൂല, വർത്തമാനം പറയില്ല, ഓനൊരു ഇൻട്രോവേർട്ടാണ്, അങ്ങ് ലേബൽ ചെയ്യാണ്. ഈ കുട്ടി അങ്ങനെ ആവാനുള്ള കാരണം ആരാ? നമ്മളാണ്. അപ്പോൾ അങ്ങനെ ലേബൽ ചെയ്യുന്നതിന് ബദൽ ആ കുട്ടിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് സോഷ്യൽ ഇൻവോൾവ്മെൻ്റ് ഉള്ള, സാമൂഹ്യമായ പങ്കാളിത്തമുള്ള എല്ലാറ്റിലും കുട്ടികളെ കൊണ്ടുപോയി ചേർക്കണം. നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ ഒരാൾക്ക് സെയിൽസ്മാൻ ഡ്യൂട്ടി കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏറ്റവും നല്ല ഒരു കസ്റ്റമറെ ആകർഷിക്കാൻ പറ്റുന്ന ടെക്നിക്ക് ആ കുട്ടിക്കുണ്ടെങ്കിൽ അതിനെ പ്രചോദിപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മൾ കുട്ടികളെ വളർത്തുകയാണെങ്കിൽ ഒരു നല്ല സംരംഭകനാവാൻ ആ കുട്ടിക്ക് സാധിക്കും. കാരണം കച്ചവടത്തിൽ എനിക്കറിയാം, പലപ്പോഴും ഏതെങ്കിലും ഷോപ്പിലൊക്കെ സെയിൽസ്മാനായി നിന്ന ആളുകളായിരിക്കും പിന്നീട് വമ്പൻ കച്ചവടക്കാരായത്. ഇപ്പോൾ കൊണ്ടോട്ടി പ്രദേശത്ത് ഒരു ബുക്ക് സ്റ്റാളുണ്ട്. അദ്ദേഹം ഇന്ന് ഏറ്റവും കൂടുതൽ ആ സെയിൽസ് നടക്കുന്ന ഷോപ്പ് അവിടെയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പാരൻ്റ് ഷോപ്പ് വേറെയാണ്. അദ്ദേഹം ആദ്യം ജോലി ചെയ്തിരുന്ന മറ്റൊരു ഷോപ്പിലാണ്. ആ ഷോപ്പ് ഇന്ന് അവിടെ ഉണ്ട്. എന്നാൽ ആ ഷോപ്പിലുള്ള കച്ചവടത്തേക്കാൾ വളരെ കൂടുതലായിട്ട് കച്ചവടം നടക്കുന്നത് ഈ ഷോപ്പിലാണ്. അപ്പോൾ ഇയാൾക്ക് ഒരു കസ്റ്റമറെ എങ്ങനെ മനോഹരമായിട്ട് സ്വാധീനിക്കാൻ പറ്റും എന്നുള്ള നല്ല കഴിവുണ്ട്. അത് അയാൾ സ്വയം തിരിച്ചറിഞ്ഞു. സെൽഫ് അവെയർനെസ് ഉണ്ടായി. സെൽഫ് അവെയർനെസ് ഉണ്ടാക്കാൻ പറ്റുന്ന സമയമാണ് ഈ വെക്കേഷൻ. നമ്മുടെ കുട്ടികൾക്ക് എന്ത് സെൽഫ് അവെയർനെസ്സാണ് ഉള്ളത്? നിങ്ങളൊന്ന് ഇരുത്തിയിട്ട് ഒരു ബയോഡാറ്റ ചോദിച്ചു നോക്കൂ നിങ്ങൾ. ഇപ്പോൾ ഡിഗ്രി തലത്തിൽ പഠിച്ച ഒരു കുട്ടിയോട് ഒരു ബയോഡാറ്റ ചോദിച്ചാൽ കുട്ടികൾക്ക് തരാൻ പറ്റുമോ? ഇപ്പോൾ ഇന്ന് ട്യൂഷൻ്റെ രംഗങ്ങളൊക്കെ സജീവമാണ്, അല്ലേ? 1 അവർ ഒരു മാത്സിൻ്റെ ട്യൂഷൻ കിട്ടണമെങ്കിൽ 250 രൂപ അല്ലെങ്കിൽ 300 രൂപ. നല്ല ക്ലാസ്സാണെങ്കിൽ 500 രൂപ, അല്ലേ? നമ്മുടെ കുട്ടികൾ നല്ല പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ട്യൂഷൻ കൊടുത്തൂടെ? അവർക്ക് ക്ലാസ് കൊടുത്തൂടെ? അവർക്ക് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ പറ്റില്ലേ? ഇപ്പോൾ അറബി ഭാഷയിൽ നല്ല വ്യുൽപ്പത്തിയുള്ള അറബി കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ
ആ കുട്ടിക്ക് മറ്റൊരു കുട്ടിക്ക് ട്യൂഷൻ എടുത്തു കൊടുക്കാൻ പറ്റില്ലേ? ഇന്ന് ഓൺലൈനായിട്ട് അത്തരം സംവിധാനങ്ങളില്ലേ? സെൽഫ് അഡ്വർടൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിനെ കിട്ടില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള പോസിറ്റീവായ ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടി കുട്ടികൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ സോഷ്യൽ മീഡിയ സംവിധാനത്തിൻ്റെ പോസിറ്റീവ്നെസ് എന്ത് എന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്തി അവരെ അതിൽ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഫിത്ന ഇല്ലാതാകും. നേരെ മറിച്ച് അതൊന്നും ഉപയോഗിക്കണ്ട, അത് നീ കാണരുത്, അല്ലേ? ഇതൊക്കെയാണ് നമ്മൾ ഉപദേശിക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യമില്ല. കുട്ടികൾ നിങ്ങൾ കാണണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ 10 ഇരട്ടി വീണ്ടും കാണും അവർ. അപ്പോൾ കാണൂ. ഇപ്പോൾ ഒരിക്കലും എനിക്ക് തമാശയായിട്ട് ഓർമ്മ വരുന്നത്, ഒരാൾ ബസ്സിലിങ്ങനെ യാത്ര ചെയ്യാണ്. അപ്പോൾ മുന്നിലിരിക്കുന്ന വാപ്പയുണ്ട്, മോനുണ്ട്. അപ്പോൾ കുട്ടി പുറത്തേക്ക് തലയിടുന്ന സമയത്ത് വാപ്പ പറയാണ്, മോനെ പുറത്തേക്ക് തലയിട്. എന്താ കാക്ക നിങ്ങൾ ഈ പറയണത്? പുറത്തേക്ക് തലയിടാനാണോ? അപ്പോൾ കാക്ക പറയാണ്, ഓനോട് പുറത്തേക്ക് തലയിട് എന്ന് പറഞ്ഞാലേ ഓന് ഉള്ളിക്കിടുള്ളൂ. അതിനാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ ഒരു സംഗതി നമ്മൾ, അയാൾ കാക്കയാണെങ്കിൽ പോലും അയാൾക്ക് ആ മനഃശാസ്ത്രം മനസ്സിലായി. അപ്പോൾ കുട്ടികളുടെ ഈ പ്രായത്തിലുള്ള അവസ്ഥ അതാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ മാറാൻ തയ്യാറാവുക എന്നുള്ളതല്ലാതെ യാതൊരു രക്ഷയില്ല. അതുപോലെ പിന്നെ ഇനിയിപ്പോൾ കേൾക്കാൻ പോകുന്ന മറ്റൊരു ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ വീണ്ടും ചോദിക്കുകയാണ്. മൊബൈൽ ഫോണിലാണ് ഫുൾ ടൈം, എത്ര പറഞ്ഞാലും അത് മാറ്റി വെക്കാൻ ഒരുക്കമല്ല. എന്താണ് അതിന് പരിഹാരം എന്നാണ്? അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞത് അതിനൊരു പരിഹാരമാണ് അല്ലേ? ടെക്നോളജി പരമായ ഒരുപാട് സ്കില്ലുകൾ ഇപ്പോൾ ഇവിടെ പീസ് റേഡിയോയിൽ നമ്മൾ സ്റ്റുഡിയോയിൽ വരുമ്പോൾ നമുക്ക് കാണുന്ന മനോഹരമായ ഒരുപാട് കാഴ്ചകളുണ്ട്. ചെറിയ കുട്ടികൾ, അവർ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. പക്ഷേ ആ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് ഡിസൈനിങ് പോലെയുള്ള പല കാര്യങ്ങളും ഹെൽപ്പ് ചെയ്യുന്നു, അവരത് പഠിക്കുന്നു. ഇതുപോലെ ഒരുപാട് മേഖലകൾ. അല്ല അവിടെ സർ ഞാൻ ഇടപെടട്ടെ. അവർ പഠിക്കുന്നത് എങ്ങനെ അറിയാം നിങ്ങൾ? അപ്പോൾ നമ്മളിവിടെ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ടെക്നിക്കൽ ഹെൽപ്പ് അവർ ചെയ്യുമ്പോൾ അവരുടെ സ്വന്തം ഉപ്പയെ അവർ കാണുന്നുണ്ട്, ഇവിടെ പ്രോഗ്രാം ചെയ്യാൻ വരുന്നവരെ കാണുന്നുണ്ട്, ഇവർ സംസാരിക്കുന്ന സംസാരം അവർ കേൾക്കുന്നുണ്ട്. ഇതൊക്കെ അവരിൽ ഒരു ഡിസൈറബിൾ ചേഞ്ച് ഉണ്ടാക്കും. അതായത് പണ്ടല്ല രക്ഷിതാക്കൾ മക്കളെ ജോലി സ്ഥലത്തേക്ക് കൊണ്ടുപോകാറുണ്ടായിരുന്നു. ബാപ്പ ചെയ്യുന്ന ജോലി എന്ത് എന്ന് കുട്ടികൾക്ക് അറിയുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ഉപ്പ എൻ്റെ പല കാര്യങ്ങളിലും എന്നെ കൂടെ കൊണ്ടുപോയിട്ടുണ്ട്. അതാണ് എനിക്ക് ഒരു റെസ്പോൺസിബിൾ ബിഹേവിയർ ഉണ്ടാക്കിയത്. എൻ്റെ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ അലിഗഡ് മുസ്ലിം സർവകലാശാലയിൽ പോയിട്ടുണ്ടെങ്കിൽ, ഏത് വർഷമാണ് പോയത് നിങ്ങൾ ആലോചിച്ചു? 1987 അപ്പോൾ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഈ പ്രീ ഡിഗ്രി വിട്ട് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം, എന്നിട്ട് ഒരു കേന്ദ്ര സർവകലാശാലയിൽ പോയി പഠിക്കണം എന്നുള്ള ആഗ്രഹം ഒരു ഇഗ്നിഷൻ ഉണ്ടായിട്ടുണ്ടല്ലോ. അതിന് കാരണം എന്താണ്? ആ ഒരു സെൽഫ് എംപവർമെൻറ്റ് ആ പ്രായമായപ്പോഴേക്കും ആ ഒരു തലത്തിലേക്ക് വളർച്ച ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സ്വന്തം പോകാൻ പറ്റും, പഠിക്കാൻ പറ്റും, ഞാൻ പഠിച്ചിരിക്കും. അന്ന് സാമ്പത്തികമായിട്ട് ബിഗ് സീറോ ആണ് ഞാൻ, എന്നിട്ട് പോലും അതൊന്നും ആലോചിക്കാതെ അങ്ങോട്ട് പോയി. അപ്പോൾ ഈ നിലക്കുള്ള ഒരു ഇനീഷ്യേഷൻ, അല്ലെങ്കിൽ ഹു വിൽ ബെൽ ദി കാറ്റ് എന്ന് പറയില്ലേ, പൂച്ചക്കാര് മണി കെട്ടും, അത് മണി കെട്ടണം ആര് എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ അതിനുള്ള ഒരു ധൈര്യം ആദ്യം ഉണ്ടാവണ്ടേ? ഈ ധൈര്യം ആരാ ഉണ്ടാക്കി കൊടുക്കുന്നത്? രക്ഷിതാക്കളാണ്. അപ്പോൾ രക്ഷിതാവ് എന്നുള്ളതൊരു ഭാരിച്ച ഡ്യൂട്ടിയാണ്. അതാരും ഡ്യൂട്ടി ആയിട്ട് തന്നെ കാണുന്നില്ല. കുറേ കുട്ടികളാണ് ഉണ്ടാവുന്നുണ്ട്, അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ടാണ് വളർന്നോളുന്ന. എന്നിട്ട് വളർന്ന ഏകദേശം അതിൻ്റെ പരിപൂർണ്ണത എത്തുന്ന സമയത്ത് കുട്ടികൾ കേടുവന്നെന്ന് പറഞ്ഞ് കൗൺസിലിങ്ങിന് കൊണ്ടുവന്നിട്ട് എന്ത് കാര്യം? ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇപ്പം എൻ്റെ കുട്ടി ഒരു പെൺകുട്ടിയാണെങ്കിൽ ഞാൻ മഹറമല്ലാത്ത ഒരാളുടെ കൂടെ, അല്ലേ, വിവാഹം നിഷിദ്ധമായ ഒരാളുടെ കൂടെ അല്ലാതെ അവളെ പറഞ്ഞേക്കാൻ പാടില്ല. ഇന്ന് പല രക്ഷിതാക്കളും, ഞാൻ ഒരു വനിതാ കോളേജിലാണ് പഠിപ്പിക്കുന്നത്, എനിക്കറിയാം ഏതെങ്കിലും ഒരാളെ കൂടെ വിട്ടാൽ മതി, രക്ഷിതാക്കൾക്കും അത്രയേ ഉള്ളൂ. അതായത് ഈ വിഷയങ്ങളിൽ ഇസ്ലാമികമായ കാര്യങ്ങളിലൊക്കെ നമുക്ക് എത്രത്തോളം ചിട്ടയുണ്ട്, അച്ചടക്കമുണ്ട്, മതബോധമുണ്ട്, അത്ര തന്നെ ആയിരിക്കും മക്കൾക്ക് ഉണ്ടാവുക. നമുക്കത് ഒട്ടുമില്ലെങ്കിൽ മക്കൾക്ക് പിന്നെ ഉണ്ടാവുമോ? മക്കൾക്ക് അത്ര പക്വതല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഈ കാര്യമൊക്കെ കൊടുക്കേണ്ടത് ആരാണ് ഷമീം സാർ? രക്ഷിതാവാണ്. അപ്പോൾ രക്ഷിതാവ് ഇവിടെ മാറണം, അല്ലേ? കുട്ടികൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അപ്രീസിയേറ്റ് ചെയ്യാനും അവർക്ക് പ്രൊജക്റ്റുകൾ കൊടുക്കാനും ആ പ്രൊജക്റ്റുകൾ പൂർത്തിയാക്കി വരുന്ന സമയത്ത് അംഗീകാരം കൊടുക്കാനും നമുക്ക് പറ്റണം. അവർക്ക് സ്വന്തമായിട്ട് പല പ്രൊജക്റ്റും ചെയ്യാൻ പറ്റും. ഇന്നിപ്പോൾ നാക്ക് പോലെയുള്ള സംവിധാനങ്ങളിലൊക്കെ ഓരോ സ്ഥാപനങ്ങൾക്കും അംഗീകാരം കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ കൊടുക്കുന്ന പാരാമീറ്റർ എന്താണ്? നിങ്ങൾ ചെയ്ത പ്രൊജക്റ്റ് എന്താണ്, അല്ലേ? ഓരോ വ്യക്തിക്കും പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ പ്രൊജക്റ്റ് എന്താണ്? ഒരു പ്രൊജക്റ്റ് എങ്ങനെ തയ്യാറാക്കാം? നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിലേക്ക് നമ്മെ എത്തിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്ന് കുട്ടികൾക്ക് ചെയ്യാൻ അറിയാം. അപ്പോൾ അതിനുള്ള വാതിലുകൾ നമ്മൾ തുറന്നു കൊടുക്കുക.
കൂടെ നമ്മൾ നിൽക്കുക. ഇപ്പോൾ പണ്ടൊക്കെ സൈക്ലിങ് നമ്മൾ പഠിക്കുന്ന സമയത്ത് ബാക്കിൽ നിന്ന് സൈക്കിൾ പിടിച്ചു തരും അല്ലേ, സൈക്ലിങ് കംപ്ലീറ്റഡ് ആണെങ്കിൽ പിന്നെ വിടും. ഇതുപോലെ തന്നെ കുട്ടികൾ ഏത് ശേഷിയും എക്വയർ ചെയ്യുന്നതിന് മുമ്പ് ആ ശേഷി എക്വയർ ചെയ്യുന്നത് വരെ ആ ഒരു സപ്പോർട്ടീവ് മെക്കാനിസം രക്ഷിതാവ് കൊടുക്കുക തന്നെ വേണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് കുട്ടി നന്നാവും. പിന്നെ ഒപ്പം പ്രാർത്ഥിക്കുക എന്നുള്ളത്, പ്രാർത്ഥന എന്നുള്ളത് വലിയൊരായുധമാണ്. മക്കൾ നന്നായി തീരണമെങ്കിലും മക്കൾ വെക്കേഷനല്ല പഠന സമയമാണെങ്കിലും നല്ല രൂപത്തിൽ ജീവിക്കണമെങ്കിൽ ആ മക്കൾക്ക് വേണ്ടി നിരന്തരമായിട്ട് രക്ഷിതാക്കൾ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന ഒരിക്കലും അള്ളാഹു തള്ളുകയില്ല. ഓക്കെ, നല്ല ഒരുപാട് കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ വെക്കേഷനിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ഐഡിയകൾ നമ്മുടെ രക്ഷിതാക്കൾക്ക് കിട്ടിയിട്ടുണ്ടാവുന്നതാണ്. അവിടെ രക്ഷിതാക്കൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുള്ള ഒരു കാര്യം, നമ്മുടെ മക്കൾക്ക് ഏത് മേഖലയിലാണോ സ്കില്ലുള്ളതെന്ന് കണ്ടെത്താൻ ഒരു ചെറിയ പരിശ്രമം നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണം എന്നുള്ളതാണ്. ആ പരിശ്രമം നമ്മൾ നടത്തിക്കഴിഞ്ഞാൽ അവരാ രൂപത്തിൽ വളർത്തി കൊണ്ടുവന്നു കഴിഞ്ഞാൽ മറ്റു വികലമായ ചിന്തകളൊന്നും അവരുടെ മനസ്സിലേക്ക് കയറിക്കൂടുകയില്ല എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കാറുള്ളത്. പലപ്പോഴും ഉയർന്ന ക്ലാസ്സുകളിലേക്ക് വിജയിച്ച് മുന്നോട്ട് പോകുമ്പോൾ കുട്ടികളുടെ തീരുമാനങ്ങൾക്കൊരു വിലയും നൽകാറില്ല, അല്ലെങ്കിൽ കുട്ടികളുടെ താല്പര്യങ്ങൾക്കൊട്ടും വില നൽകാറില്ല എന്നുള്ളത് സങ്കടകരമായ കാര്യമാണ്. അപ്പോൾ അവിടെയും നമ്മുടെ മക്കൾക്ക് വേണ്ടി കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ആ കോഴ്സിൻ്റെ വരായികളെക്കുറിച്ച് കുട്ടികളെക്കാൾ കൂടുതൽ അറിയേണ്ടത് രക്ഷിതാക്കളാണ്. അത് ഈ ഒരു വെക്കേഷനിൽ നമ്മൾ തീർച്ചയായും നിർബന്ധമായും മനസ്സിലാക്കിയിരിക്കണമെന്ന് കൂടി സാന്ദർഭികമായിട്ട് അതിൽ ഒന്ന് ആഡ് ചെയ്യാനുള്ളത്, ഈ കരിയർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അത് ഇന്ന് സാർവത്രികമാണ്, അതിന് വലിയ പൈസ ഒന്നും വേണ്ട, അതിന് എക്സ്പേർട്ടുകളുണ്ട്. അപ്പോൾ നമ്മൾ ഏതായാലും 1 ലക്ഷം 2 ലക്ഷം 5 ലക്ഷമൊക്കെ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യണം അല്ലേ. ഏത് പഠനത്തിന് എവിടെ കൊണ്ടുപോയി ചേർക്കുകയാണെങ്കിലും ലക്ഷങ്ങളുടെ വ്യാപാരമാണ് നടക്കുന്നത്. ഓക്കെ, അതിന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ കുട്ടിയെ അതിന് ഫിറ്റാണോ ഫിറ്റല്ലേ, ശരിക്കും ശാസ്ത്രീയമായി പഠനങ്ങളുണ്ട്. അതുകൊണ്ട് രക്ഷിതാക്കൾ, ഈ സംസാരം കേൾക്കുന്ന രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടത്, ഒരു കോഴ്സിന് ചേർത്ത് 2 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മളെ വിളിച്ച് ഒരു അപ്പോയിൻമെൻറ്റ് ചോദിക്കുന്നതിന് ബദൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ തന്നെ എൻ്റെ കുട്ടി ഏത് വിഷയത്തിലാണ് അഗ്രഗണ്യൻ, എന്താണ് അവൻ്റെ താല്പര്യം, ഏത് മേഖലയിൽ പോയിട്ടുണ്ടെങ്കിലാണ് അവന് ജോലി കിട്ടുക, അവൻ എന്തിനാണ് പറ്റുക, കൃത്യമായിട്ട് ഒരു ടെസ്റ്റിൽ കൂടി ഇത് കണ്ടെത്താൻ പറ്റും. അത് നടത്തുന്ന ആളുകൾ നമ്മളുടെയൊക്കെ അറിവിലുണ്ട്. അപ്പോൾ അതാണ് പ്രഥമമായി ചെയ്യേണ്ടത്. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ കുട്ടി ടെക്നിക്കൽ സ്കില്ലുള്ള ഒരു കുട്ടിയാണ്, അല്ലെങ്കിൽ അയാൾ ഒരു നല്ല ജേർണലിസ്റ്റ് ആവാൻ കഴിവുള്ള ഒരാളാണ് എന്ന് പറയുമ്പോൾ അതൊന്നും ആവണ്ട എന്ന് പറഞ്ഞിട്ട് അവനെ നിരുത്സാഹപ്പെടുത്തുന്നതിന് ബദൽ ഹലാലായ രൂപത്തിലുള്ള ഒരു ജോലിയും കോഴ്സുമാണെങ്കിൽ അതിനുള്ള മോട്ടിവേഷനാണ് രക്ഷിതാക്കൾ കൊടുക്കേണ്ടത്. അവിടെ കുട്ടികളുടെ ആഗ്രഹത്തെ പൂർണ്ണമായി ഒഴിവാക്കിയിട്ട് ജാമിയ അൽ ഹിന്ദ് ഉണ്ട്, ഇപ്പം എല്ലാറ്റിനും പരിഹാരം ജാമിയ അൽ ഹിന്ദായിട്ട് നമ്മൾ കാണുകയാണ്. എനിക്ക് ദയവായിട്ട് രക്ഷിതാക്കളോട് പറയാനുള്ളത്, ജാമിയ അൽ ഹിന്ദിൽ ചേർക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. ജാമിയ അൽ ഹിന്ദിൽ ചേർക്കുന്ന കുട്ടികൾക്ക് അതിന് താല്പര്യം വേണം. താല്പര്യമില്ലാത്ത കുട്ടികൾ അവിടെ കൊണ്ടുപോയിട്ടിട്ടുണ്ടെങ്കിൽ സംഭവിക്കണം എന്താണ്, ബാക്കി കുട്ടികൾക്ക് അവർ ഫസാദ് ഉണ്ടാക്കും. ഇത് വളരെ പോയിൻ്റാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ മനസ്സിലാക്കണം അല്ലേ. ഇപ്പോൾ എനിക്ക് ജാമിയ അൽ ഹിന്ദിൽ പഠിക്കാൻ ഒട്ടും താല്പര്യമല്ല, എൻ്റെ ഉപ്പ നിർബന്ധിച്ചുകൊണ്ട് A+ കിട്ടിയതുകൊണ്ട് അവിടെ കൊണ്ടുപോയി ചേർത്തി. സ്വാഭാവികമായിട്ടും എനിക്ക് പക്വതല്ലാത്ത 15-16 വയസ്സിൽ ആ കുട്ടി എന്ത് പണിയാണ് ചെയ്യുക, ബാക്കിയുള്ള കുട്ടികളെ സ്പോയിൽ ചെയ്യും, അതിന് ശൈത്താൻ വളം വെച്ച് കൊടുക്കും. അതുകൊണ്ട് നമ്മുടെ ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുട്ടിയുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നമ്മൾ നടത്തണം. എന്നിട്ട് ആ കുട്ടിയുടെ താല്പര്യം ഇന്നതാണ് എന്ന് പറഞ്ഞാൽ ഓക്കെ, നമ്മൾ അതിന് പറഞ്ഞയക്കാൻ നമുക്ക് താല്പര്യമില്ല എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇന്ന കോഴ്സിന് അവരെ പറഞ്ഞയക്കുകയാണെങ്കിൽ ഈ വിഷയത്തിന് താല്പര്യം ഉണ്ടാക്കിയെടുക്കണം, അല്ലെങ്കിൽ അവരത് ബോധ്യപ്പെടുത്താതെ രക്ഷിതാവിൻ്റെ താല്പര്യം മാത്രം പരിഗണിച്ചുകൊണ്ട് ഒരു കലാലയത്തിൽ, വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നമ്മൾ കുട്ടികളെ ചേർത്ത് കഴിഞ്ഞാൽ ദേ വിൽ ബിക്കം ബർഡൻ ഫോർ അതേഴ്സ്. അവർ മറ്റുള്ളവർക്ക് ഭാരമാവും. കാരണം ആ കുട്ടിയെ കൊണ്ട് മാത്രം ആ സ്ഥാപനം കേടുവരും. ഇത് നമ്മൾ ആരും അന്വേഷിക്കാറില്ല. സ്ഥാപനം ഏറ്റവും നല്ല സ്ഥാപനമാണ്, പക്ഷേ അവിടെ സ്പോയിൽ ചെയ്യുന്ന, അതിനെ നശിപ്പിക്കുന്ന ഒരു വൈറസ് എത്തിക്കഴിഞ്ഞാൽ അത് നമ്മളുടെ കുട്ടികളാണെങ്കിൽ മൊത്തം കപ്പലിൽ ഓട്ടമുണ്ടാക്കുന്ന ആ പണിയാണ് ആ കുട്ടി ചെയ്യുന്നത്. ഇത് നമ്മൾ ഗൗരവത്തിലെടുക്കണമെന്ന് സാന്ദർഭികമായിട്ട് ഞാൻ പറയാണ്. ഓക്കെ, വളരെ നല്ല കാര്യമാണ്. അപ്പോൾ വെക്കേഷൻ അതിനുള്ളൊരു ചിന്ത, അഥവാ അടുത്തൊരു ക്ലാസ്സിലേക്ക് വരുമ്പോൾ
അത് അല്ലെങ്കിൽ അടുത്തൊരു സ്ഥാപനത്തിലേക്ക് പോകുമ്പോൾ എൻ്റെ കുട്ടി എവിടെ പഠിക്കണം, എന്ത് പഠിക്കണം, ഏതൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് എന്നൊരു ബോധ്യം രക്ഷിതാക്കൾക്കുണ്ടാവണം. ഈ ഒരു വെക്കേഷൻ അതിനു വേണ്ടി കൂടി ഉപയോഗപ്പെടുത്തണം. അതിന് വ്യത്യസ്തമായ നൂതനമായ ആധുനികമായ ഒരുപാട് സാങ്കേതിക വിദ്യകളുണ്ട്. ആ വിദ്യകളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്ന് കൂടി പറയുകയാണ് സാർ. അതോടൊപ്പം തന്നെ ഈ വെക്കേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട്, ലൈഫ് സ്കില്ലുകൾ അല്ലേ, ഇന്ന് കുട്ടികൾക്ക് പ്രോബ്ലം സോൾവിങ് കുറഞ്ഞു വരുന്നു. അതുപോലെ തന്നെ ഇമോഷണൽ കൺട്രോളിങ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ മേഖലയിലൊക്കെ പല രക്ഷിതാക്കൾ ഏറ്റവും കൂടുതൽ പരാതിപ്പെടുന്നൊരു മേഖലയാണത്. എന്നോടന്നെ എങ്ങനെ പെരുമാറണം എന്നവൻ അറിയണില്ല. അപ്പം അങ്ങനെയുള്ള രക്ഷിതാക്കളോട് അല്ലെങ്കിൽ കുട്ടികളോട് സ്നേഹക്കൂടിന് ആസ് എ കൗൺസിലർ എന്താണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്? അത് സത്യത്തിൽ ഇപ്പോൾ നമ്മൾ പല തരത്തിലുള്ള ആളുകളെ കാണുകയാണ്. ഇപ്പോൾ ഒരു കൗൺസിലർ എന്നുള്ള അർത്ഥത്തിൽ ഞാൻ പറയുന്നത് അധ്യാപകരെ കാണുന്നു, വിദ്യാർത്ഥികളെ കാണുന്നു, രക്ഷിതാക്കളെ കാണുന്നു, പൊളിറ്റീഷ്യൻസിനെ കാണുന്നു. ജീവിതത്തിൻ്റെ നാനാ തുറകളിൽ വർക്ക് ചെയ്യുന്ന വ്യത്യസ്ത പ്രശ്നങ്ങളുള്ള ആളുകളാണല്ലോ നമ്മളുടെ അടുത്തേക്ക് വരിക. അപ്പോൾ ആളുകളെ കാണുന്നു, കേൾക്കുന്നു, അവരോട് അവരുടെ സംസാരം ശ്രവിക്കുന്നു. സ്വാഭാവികമായിട്ട് ഫ്ലെക്സിബിൾ ആയേ പറ്റൂ അല്ലേ? ഒരാളെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കഴിവ്. ഇപ്പം ഞാൻ എൻ്റെ ദറജയിലുള്ള, എൻ്റെ തലത്തിലുള്ള, എൻ്റെ തിങ്കിങ് ലെവലുള്ള, എൻ്റെ മത ലെവലുള്ള ആളോട് മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂ എന്ന് വന്നാൽ ഇന്നെന്തിനാ പറ്റുക അല്ലേ? അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പഠിപ്പിച്ചത്? ഓരോരുത്തരെ അവരവരുടെ സ്ഥാനങ്ങളിൽ നിങ്ങൾ കുടിയിരുത്തണം അല്ലേ? പാമരനായ ഒരാൾ വന്നു, അയാളോട് ആ രൂപത്തിലാണ് സംസാരിച്ച്. വിദ്യാസമ്പന്നനാണെങ്കിൽ അവരോട് ആ രൂപത്തിലാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ വലിയ നഷ്ടങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ സാറ് ചോദിച്ച ചോദ്യം ഒന്നുകൂടി. അപ്പോൾ നമ്മൾ ഈ കുട്ടികളുടെ ഇമോഷണൽ കൺട്രോളിങ്, അതായത് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്നുള്ള സംഗതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി കമ്മ്യൂണിറ്റി ലിവിങ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ്. കമ്മ്യൂണിറ്റിയിൽ കുട്ടികൾ ജീവിക്കേണ്ടതുണ്ടല്ലോ. ഇപ്പോൾ NSS പോലെയുള്ള സംവിധാനങ്ങളൊക്കെ സത്യത്തിൽ ക്യാമ്പുകളൊക്കെ നടത്തുമ്പോൾ കുട്ടികളാണ് ക്യാമ്പ് നടത്തുന്നത്, അതിൽ പങ്കെടുക്കുന്ന കുട്ടികളാണ്, സമൂഹത്തോട് ഇടപഴകുന്ന കുട്ടികളാണ്. സ്വാഭാവികം ഇപ്പോൾ ഒരു റോഡ് വെട്ടുക, അല്ലെങ്കിൽ ഒരു ക്ലീനിങ് നടത്തുക, അല്ലെങ്കിൽ ഒരു പുതിയ ഹെൽത്ത് സെൻറ്റർ വൃത്തിയാക്കുക, ഇങ്ങനത്തെ ഒക്കെ പ്രോജക്റ്റായിട്ട് എടുക്കുമ്പോൾ സമൂഹത്തിലെ വ്യത്യസ്ത തലത്തിലുള്ള ആളുകളുമായിട്ട് പരിചിതമാവാൻ കുട്ടികൾക്ക് അവസരം കിട്ടുകയാണ്. അപ്പോൾ ആ കാക്കയോട് എങ്ങനെ സംസാരിക്കണം, ആ സഹോദരനോട് എങ്ങനെ സംസാരിക്കണം, ആ സംസാരിച്ചത് ശരിയായില്ല, വേറൊരാൾ തിരുത്തി കൊടുക്കും അല്ലേ? ഒരു ടീം വർക്കാണത്. അപ്പോൾ ടീം വർക്ക് എന്നുള്ളത് വലിയ ഇമ്പോർട്ടൻ്റ് ആയ സംഗതിയാണ്. ഈ ടീം വർക്ക്, അതിനുള്ള അവസരങ്ങൾ കുട്ടികൾക്ക് കിട്ടുക എന്നുള്ളത് ബോധപൂർവ്വം നമ്മൾ സൃഷ്ടിക്കേണ്ടതാണ്. ഇപ്പോൾ ഒരു കസ്റ്റമറെ ഡീൽ ചെയ്യാനുള്ള അറിവ് ഒരു സെയിൽസ്മാൻ എങ്ങനെ കിട്ടുന്നത്? ഒരുപാട് സെയിൽസ് നടത്തിയിട്ടല്ലേ? അപ്പോൾ അതിന് പോരായ്മകൾ ഉണ്ടാകുമ്പോൾ അത് പറഞ്ഞു കൊടുക്കാൻ അവിടെ ഒരു മാനേജർ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അയാളുടെ ഒരു ബോസ് ഉണ്ടായിരിക്കും. ഇതുപോലെ തന്നെ ഒരു രക്ഷിതാവിൻ്റെ ഡ്യൂട്ടിയാണ് കമ്മ്യൂണിറ്റിയിൽ ജീവിക്കാനുള്ള ക്യാമ്പുകൾ, കമ്മ്യൂണിറ്റി അനുഭവങ്ങൾ ഉണ്ടാക്കുന്ന ക്യാമ്പുകൾ. അതും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരം ക്യാമ്പുകളിൽ സോഷ്യൽ മാനേഴ്സ് എന്താണ്, സാമൂഹ്യ മര്യാദകൾ, അതൊന്നും സ്കൂളിൽ നിന്ന് പഠിപ്പിക്കുന്നുണ്ടോ? അതിനുള്ള വല്ല ചാപ്റ്റേഴ്സും ഉണ്ടോ? അതിനുള്ള വല്ല സിലബസും ഉണ്ടോ? ഇതല്ല ഏറ്റവും പ്രധാനം അല്ലേ? മുതിർന്നവരെ ആദരിക്കണം, ചെറിയവരോട് കരുണ കാണിക്കണം അല്ലേ? ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ അവിടുന്ന് ബഹളം ഉണ്ടാക്കുക, അവിടെ ഒരു ഡിസിപ്ലിൻ ഇല്ലാതിരിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ മാനേഴ്സ് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ആ മാനേഴ്സിൻ്റെ വിഷയം പലപ്പോഴും നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു കുട്ടിയോട് അല്ലേ, വലത് കൈ കൊണ്ട് നീ കഴിക്കൂ, ബിസ്മി ചൊല്ലൂ. സന്ദർഭോചിതമായിട്ടുള്ള സംസാരങ്ങളാണ് അവിടെ നടത്തുന്നത്, അല്ലാതെ ഉപദേശ നിർദ്ദേശങ്ങളുടെ ഒരു സീരിയലല്ല. ഒരു ക്യാമ്പൊക്കെ ആകുന്ന സമയത്ത് എന്തുണ്ടാവും? സന്ദർഭോചിതമായിട്ട് ഇടപെട്ടിട്ട് മെൻറ്റേഴ്സിന് അത് ചെയ്യാൻ പറ്റും. മെൻറ്ററിങ് ആണ് ഇന്ന് ചെയ്യേണ്ടത്. ഒരു മെൻറ്റർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇപ്പോൾ സാധാരണ കോളേജ് അധ്യാപകരായതുകൊണ്ട് നമുക്കൊക്കെ നമ്മുടെ അണ്ടറിൽ 10 കുട്ടികളുണ്ട്. ഈ 10 കുട്ടികളെ മെൻറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടിയാണ്. ഇപ്പോൾ ഈ അടുത്ത് ഞാൻ ഒരു വലിയ കോളേജ് എൻ്റെ അധ്യാപനത്തിൻ്റെ ഭാഗമായിട്ട് വിസിറ്റ് ചെയ്യാൻ പോയി. അപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൽ പറയാണ്, 3000 കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. 3000 കുട്ടികൾ പഠിക്കുന്ന ആ സ്ഥാപനത്തിലെ ഇവിടെ അച്ചടക്ക പ്രശ്നങ്ങളും മറ്റൊന്നുമില്ല. അച്ചടക്ക പ്രശ്നങ്ങളൊന്നും കാര്യമായിട്ടില്ല. അപ്പോൾ എന്ത് മെത്തഡോളജിയാണ് നിങ്ങൾ ഇന്നത്തെ ഈ കുട്ടികളെ മാനേജ് ചെയ്യാൻ? അപ്പോൾ അദ്ദേഹം പറയാണ്, ഞങ്ങൾക്ക് ശക്തമായ മെൻറ്റർ സിസ്റ്റം ഉണ്ട്.
ഈ മെൻ്റൽ സിസ്റ്റത്തിൽ കൂടിയാണ് ഇന്നുള്ള കുട്ടികളെ അവർ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ മെൻ്റൽ സിസ്റ്റം എന്താണെന്നുള്ള രക്ഷിതാക്കൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓരോ രക്ഷിതാവിനും ഒരു നല്ല മെൻ്ററാവാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞ പോയിന്റ്. ഓക്കെ, നല്ല കാര്യം തന്നെയാണ്. അഥവാ രക്ഷിതാക്കൾ മെൻറ്റേഴ്സായിട്ട് മാറുക, കുട്ടികളുടെ കൂടെ നിന്ന് അവരെ നല്ല വഴിയിലൂടെ നയിച്ചു കൊണ്ടുപോകാൻ സാധിക്കുക എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ലൈഫ് സ്കില്ലുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച തുടങ്ങിയപ്പോൾ ഒരു കുട്ടിക്ക് ഖേദകരം എന്ന് പറയട്ടെ, നമ്മുടെ സിലബസുകളിൽ നിന്നും വിജയിക്കാൻ വേണ്ട കാര്യങ്ങൾ പലപ്പോഴും ലഭിക്കുന്നില്ല, കിട്ടുന്നില്ല എന്നത് എന്നും പറയണം. നമ്മൾ ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകങ്ങൾ എന്ന് പറയുന്നത് 10 വർഷം മുമ്പുള്ള പുസ്തകങ്ങളാണ്. ആ 10 വർഷം മുമ്പുള്ള പുസ്തകങ്ങൾ പഠിപ്പിക്കുമ്പോൾ കുട്ടികൾ ഒരുപാട് മാറിയിട്ടുണ്ട്, സാഹചര്യങ്ങൾ ഒരുപാട് മാറിയിട്ടുണ്ട്, ടെക്നോളജിയിൽ ഒരു വൻ വിസ്ഫോടനം തന്നെ നടന്നിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ഉൾക്കൊള്ളാതെ ക്ലാസ് റൂമുകളിൽ നിന്നും കുട്ടികൾ പുറത്തേക്ക് വരുന്നു. അവരുടെ ചിന്തകൾ വ്യത്യസ്തമാണ്, അവർ ആഗ്രഹിക്കുന്നത് വ്യത്യസ്തമാണ്. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഈ ഒരു വെക്കേഷൻ ഏത് രൂപത്തിൽ ഇപ്പോൾ അവരുടെ ലൈഫ് സ്കില്ലുകൾ വളർത്തിക്കൊണ്ടുവരുന്നതിൽ, ഇപ്പോൾ ക്രിറ്റിക്കൽ തിങ്കിങ് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അവിടെ ശ്രദ്ധിക്കേണ്ട സംഗതി പറഞ്ഞാൽ അവരുടെ ആപ്റ്റിറ്റ്യൂഡ് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ ക്രിയേറ്റീവായിട്ടുള്ള ഹാൻഡ് മെയ്ഡ് പ്രോഡക്ട്സ് ചിലർക്ക് ഉണ്ടാക്കാൻ പറ്റും, അതുപോലെ ഹാൻഡിക്രാഫ്റ്റ്സ്, അതുപോലെ തന്നെ പിന്നെ കുട്ടികൾക്ക് സ്വയം ചെയ്യാൻ പറ്റുന്ന വിപണനം ചെയ്യാൻ പറ്റുന്നതുണ്ട്, അതുപോലെ തന്നെ ആർട്ട് വർക്കുകളുണ്ട്, അതുപോലെ ഇൻറ്റീരിയർ ഡിസൈനിങ് ഉണ്ട്. ചില കുട്ടികൾക്ക് ഏറ്റവും നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുട്ടിയുടെ കഴിവ് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടെത്തിക്കൊണ്ട് അതിനെ വികസിപ്പിക്കുന്ന രൂപത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ. ഇപ്പോൾ ലീഡർഷിപ്പ് താല്പര്യമുള്ള കുട്ടികൾക്ക് ലീഡർഷിപ്പ് ട്രെയിനിങ് പാക്കേജുകളുണ്ട് അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള 1 day 2 day പ്രോഗ്രാമിലൊക്കെ കുട്ടി പങ്കെടുക്കുകയാണെങ്കിൽ വളരെ നല്ല ഐഡിയാസ് അതിൽ നിന്ന് അവർക്ക് കിട്ടും. അതായത് എന്നും സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരിൽ നിന്ന് വ്യത്യസ്തമായി ഒരു നോവൽ എക്സ്പീരിയൻസ്, ഒരു പുതുമ സൃഷ്ടിക്കുന്ന അനുഭവം ഉണ്ടാകുമ്പോൾ അല്ലേ, ഒരു പുതിയ അധ്യാപകൻ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഹൈ എക്സ്പെക്റ്റേഷനോട് കൂടിയിട്ടാണ് കുട്ടികൾ ആ ക്ലാസ്സിനെ സ്വീകരിക്കുക. ഇതുപോലെ തന്നെ നിലവിലുള്ള സ്ഥാപനത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഏരിയയിലേക്ക് 1 2 3 ദിവസം ഒരു ട്രെയിനിങ്ങിന് വേണ്ടി, ഓറിയൻറ്റേഷന് വേണ്ടി ഇത്തരം കുട്ടികളെ നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ അവിടെ ഇത്തരം സംവിധാനങ്ങൾ എന്ന് പരിചയപ്പെടുത്തപ്പെടും. അപ്പോൾ അതിൽ ഇവർ ഇൻവോൾവ് ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ ഐഡിയാസ് ബ്രെയിൻ സ്റ്റോം ചെയ്യാൻ കൂടി അവസരം കിട്ടും അല്ലേ. ഈ കുട്ടികൾക്ക് തന്നെ നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന വളരെ പരിമിതമായ കാര്യങ്ങളിൽ നിന്ന് അപ്പുറമായിട്ട് നമ്മുടെ മക്കളോട് ഒരു ടീം വർക്ക് നടത്തിക്കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റും അതിനുള്ള ഹിൻസ് ആ കുട്ടിക്ക് നമ്മൾ കൊടുത്താൽ മതി. ഈ അടുത്ത് നമ്മൾ കോളേജിൽ ഒരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്തപ്പോൾ ആ എക്സിബിഷനുള്ള ഹിൻസ് മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും കുട്ടികളാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മേക്കാൾ നല്ല ഇന്നൊവേറ്റേഴ്സ് കുട്ടികളാണ്. അതാണ് രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടത്. രക്ഷിതാവ് തിങ്ക് ഔട്ട് ഓഫ് ദി ബോക്സ്, ആ ബോക്സിൽ നിന്ന് പുറത്ത് ചിന്തിക്കുക, കുട്ടികൾക്ക് അതിനുള്ള അവസരം കൊടുക്കുക. എന്നാൽ കുട്ടികൾ എന്ത് ചെയ്യും? കുട്ടികൾ സൂപ്പറായിട്ട് പ്രസൻറ്റ് ചെയ്യും. അത് ഹലാലാണോ ഹറാമാണോ എന്നുള്ളത് നമ്മൾ ബൈഫർക്കേറ്റ് ചെയ്താൽ മതി. ഹറാമിലേക്ക് പോകാൻ കുട്ടികളെ അനുവദിക്കാതെ അതിന് ഇത്തരം ഹറാമിൻ്റെ പരിപ്രേക്ഷ്യം ഉണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തുക. എന്നാൽ മാഷാ അല്ലാ കുട്ടികൾ കറക്റ്റ് ലൈനിലായിരിക്കും വണ്ടി ഓട്ടുന്നത് അല്ലേ. അൽഹംദുലില്ലാ, ഇന്നും നമ്മുടെ ഈ ഒരു എപ്പിസോഡോട് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുന്നു. നല്ല ഒരുപാട് ചർച്ചകളാണ്, ക്രിയേറ്റീവായ നല്ലൊരു വെക്കേഷൻ നമ്മുടെ മക്കൾക്ക് ഉണ്ടാവാൻ വേണ്ടി കഴിഞ്ഞ 2 എപ്പിസോഡുകളായിട്ട് നമ്മൾ മുന്നോട്ട് വെച്ചത്. ഇത് പരിപൂർണമല്ല, ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഈ വെക്കേഷനുകളിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. നമ്മളെല്ലാവരും ആകുലപ്പെടുന്നത്, സങ്കടപ്പെടുന്നത്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിതപിക്കുന്നത് നമ്മളെ മക്കളെ കുറിച്ചാണ്. അവരങ്ങനെയാണ്, അവരിങ്ങനെയാണ്. അപ്പം അതിനുള്ള യഥാർത്ഥമായ പരിഹാരം എന്നത് ദീനനുസരിച്ച് കൊണ്ട് നല്ല മേഖലയിലേക്കൊക്കെ എത്തിച്ചേരാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. ധാർമ്മിക മൂല്യങ്ങളെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഏതൊരു പ്രശ്നത്തിനുള്ള പരിഹാരമുള്ളൂ. വിശുദ്ധ ഖുർആനും മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരു ഹദീസുകളും ഉൾക്കൊണ്ട് ജീവിച്ചെങ്കിലേ വിജയിക്കാൻ സാധിക്കൂ എന്ന ഉത്തമ ബോധ്യത്തോടു കൂടി വ്യത്യസ്തമായ പല മേഖലകളിലേക്ക്, ഹലാലായ മേഖലകളിലേക്ക് വഴിതിരിച്ചു വിടാനും കുട്ടികളുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകാനും രക്ഷിതാക്കൾക്ക് സാധിക്കണം. അങ്ങനെയുള്ള നല്ല ഒരു കുടുംബമായി നമ്മുടെ കുടുംബങ്ങളെ അല്ലാഹു നിലനിർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഒരു പോയിന്റ് കൂടി, ഈ കമ്മ്യൂണിറ്റി ഇവൻസുകൾ ഉണ്ടാവുമല്ലോ നമ്മുടെ സമൂഹത്തിൽ. ഇപ്പോൾ പല പ്രോഗ്രാമുകൾ നടക്കും. ആ പ്രോഗ്രാമുകളിലൊക്കെ നമ്മുടെ മക്കൾ
പോകാൻ പറ്റുന്ന ഒരുപാട് പ്രോഗ്രാമുകളുണ്ടല്ലോ, അവിടെയൊക്കെ കുട്ടികളെ നമ്മൾ വിട്ടുകൊടുക്കണം. അതുപോലെ വളണ്ടിയർ ആവുക എന്നുള്ളത് അല്ലേ, ഒരു സംഗതി വളണ്ടിയർ ചെയ്യുക എന്നുള്ളത് വലിയ ഒരു സന്ദേശം കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ പണ്ടെല്ലാം വീട്ടിൻ്റെ അടുത്ത് കല്യാണം ഉണ്ടാകുമ്പോൾ ആ കല്യാണം നടത്താൻ വേണ്ടി നമ്മുടെ മക്കൾ പോകും അല്ലേ, അവിടുത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ഒരു സ്കില്ലാണ്. എനിക്ക് ഒരു നല്ല വളണ്ടിയർ ആവാൻ പറ്റുമോ അല്ലേ? നമ്മുടെയൊക്കെ സമ്മേളനങ്ങളിലൊക്കെ വളണ്ടിയർ പോസ്റ്റിൽ ഇരിക്കുന്ന ആളുകൾക്ക് പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അപ്പോൾ ആ റോഡിൻ്റെ ഗതാഗതം നിയന്ത്രിക്കാൻ അവർ സൂപ്പറായിരിക്കും അല്ലേ. ഇപ്പോൾ സ്റ്റുഡൻറ്റ് കാഡറ്റ്, പോലീസ് കാഡറ്റ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. അതിൽ വർക്ക് ചെയ്ത ഒരു കുട്ടിക്ക് പോലീസാവാൻ അല്ലെങ്കിൽ പോലീസിൻ്റെ ഉത്തരവാദിത്തം ചെയ്യാൻ നന്നായിരിക്കും, കാരണം ഒരു പ്രീവിയസ് എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ നാട്ടിൽ നടക്കുന്ന നല്ല കമ്മ്യൂണിറ്റി ഗ്യാതറിങ്സ് ഉണ്ടാവും, സമൂഹത്തിൽ നടക്കുന്ന നല്ല പ്രോഗ്രാമുകൾ ഉണ്ടാവും. അപ്പോൾ അത്തരം പ്രോഗ്രാമുകളിലൊക്കെ നമ്മൾ പങ്കെടുക്കുമ്പോൾ അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരുപാട് നല്ല പാഠങ്ങളുണ്ട്. അതൊക്കെ ഒരു കമ്മ്യൂണിറ്റി ലിവിങ്ങിലേക്ക് അല്ലെങ്കിൽ ഒരാളുടെ പേഴ്സണാലിറ്റി ഗ്രോത്തിലേക്ക് എത്തിക്കുന്ന കാര്യം കൂടിയാണ്. അതുകൂടി അതിനുള്ള ഒരു അവസരം കൂടിയായിട്ട് ഈ വെക്കേഷൻ നമ്മൾ മാറ്റണം. ഓക്കെ, അൽഹംദുലില്ലാ. അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനിയും ഇതുപോലെയുള്ള നല്ല ചർച്ചകളുമായിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അള്ളാഹു നമ്മുടെ എല്ലാ നന്മകളും സ്വീകരിച്ച അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. കൂടുതൽ പഠിക്കാനും അവയൊക്കെ ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാവട്ടെ. നമ്മുടെ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു തരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.